لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളോട് ഏറെ സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വതന്ത്ര മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മരണപ്പെട്ടു പോയ ആളുകളുടെ ചില ആഗ്രഹങ്ങളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ആ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ഇഹലോക ജീവിതത്തിലെ അലസതയും മടിയും ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുമെന്നുള്ളത് ദുനിയാവിലെ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ഹദീസിന്റെ താളുകളിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ. മനുഷ്യൻ സ്വർണ്ണത്തിന്റെ ഒരു താഴ്വരയെങ്ങാനും ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കും ഇതുപോലെ രണ്ടെണ്ണം കിട്ടിയിരുന്നെങ്കിൽ. സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടിയാൽ അവൻ ആഗ്രഹിക്കുന്നതാണ് ഇതുപോലത്തെ ഒന്നുകൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മണ്ണല്ലാതെ അവന്റെ പായ നിറക്കുകയില്ല. അഥവാ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ട് അവനെ ആളുകൾ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാലല്ലാതെ അവന്റെ ആഗ്രഹത്തിന് ഒരു പൂർണ്ണത ലഭിക്കുന്നില്ല. അത്രത്തോളം മനുഷ്യൻ എന്ത് ചെയ്യും? ഈ ദുനിയാവിലെ താൽക്കാലികമായ സുഖങ്ങളോട് താല്പര്യങ്ങളോട് ആവേശം കാണിക്കുമെന്നുള്ളത്. എന്നാൽ വിശ്വാസികളെ, ഈ സുഖങ്ങളും ആർഭാടങ്ങളും ആനന്ദങ്ങളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളും എല്ലാം മനസ്സിലാക്കിയ വ്യക്തി മരണപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ അവൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? പടച്ചോനെ, ഈ ദുനിയാവിലെ ജീവിതം നശ്വരമായിരുന്നല്ലോ റബ്ബേ. പടച്ചോനെ, ദുനിയാവിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഒന്നുമല്ലായിരുന്നല്ലോ റബ്ബേ. എന്റെ കർമ്മങ്ങളെ എനിക്ക് ഒന്നുകൂടി നന്നാക്കാമായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത, കൃത്യമായി കൊണ്ടുള്ള ഒരു ബോധ്യം മനുഷ്യരെ നിങ്ങൾക്ക് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന് പരിഹാരം? ദുനിയാവിലൂടെയുള്ള ജീവിതത്തിൽ നന്നാവുക എന്നുള്ളത് മാത്രമാണ്. ഒരു വിശ്വാസി മരണപ്പെട്ടതിന് ശേഷം അവനെ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോൾ ആ വിശ്വാസി ആഗ്രഹിക്കുന്നത്, പടച്ചോനെ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കി തരണമേ എന്നല്ല, കുറച്ചുകൂടി സുഖത്തിൽ ജീവിച്ച് ഇനിയൊന്ന് തിരിച്ചു വരാൻ എന്നല്ല ആ വിശ്വാസി ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ബുനിയത്തിൽ ജനാസതു ഇഹ്തമല റിജാലു അലാ അഅനാഖിഹിം. മയ്യിത്ത് കട്ടിലിൽ വെച്ച് പുരുഷന്മാർ ആ മയ്യിത്തിനെ ആ ചുമലിലേക്ക് പുറപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ ആ മരിച്ച വ്യക്തി നല്ല വ്യക്തിയാണോ, നല്ല ഒരു മനുഷ്യനാണെങ്കിൽ അവൻ പറയുമെന്നുള്ളതാണ്, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകണേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു സ്വാലിഹായ മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ മരണപ്പെട്ടതിന് ശേഷവും അവന്റെ ആഗ്രഹം എന്താ? പടച്ചോനെ, എന്നെ വേഗം കൊണ്ടുപോകണം. എവിടേക്ക്? ഖബറിലേക്ക്. കാരണം എന്താ? അവന് കൃത്യമായ ബോധ്യമുണ്ട്, ഇനി ഞാൻ ചെല്ലുമ്പോൾ എന്റെ അവസ്ഥ എന്താകും എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു രൂപത്തിലുള്ള ചിന്തയും പ്രവർത്തനവുമായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയായ ആ മനുഷ്യനെ അവനെ മയ്യിത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോൾ അവൻ ഇങ്ങനെ പറയുമെന്നുള്ളതും, എന്നാൽ ഒരു സത്യനിഷേധിയായ മനുഷ്യൻ അട്ടഹസിച്ച് ആർപ്പ് വിളിച്ച് എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് ഒരു ചീത്തയായ മനുഷ്യൻ പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സത്യവിശ്വാസിയെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മലായികത്തുകളുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ് അവരെല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി അവൻ കൊടുത്തു കഴിഞ്ഞാൽ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകങ്ങളുണ്ട്, ഫഅഫിഷൂഹു മിനൽ ജന്ന. മലക്കുകളെ, ആ വ്യക്തിക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിലെ ഒരു വിരിപ്പ് നിങ്ങൾ വിരിച്ചു കൊടുക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലെ ഒരു കവാടം നിങ്ങൾ അയാൾക്ക് തുറന്നിട്ട് കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ വിശാലത എത്രയാണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഒരു മയ്യത്തിനെ പരിപാലിക്കുമ്പോഴോ, ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴോ, ഒരു മയ്യത്തിനെ കഫൻ പുടവ
ഏതെങ്കിലും ഒരു തലങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. അതാണ് റസൂൽ പറയാൻ, ആ മനുഷ്യൻ നോക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവന്റെ കബറവർക്ക് വിശാലമാകുമെന്നുള്ളതാണ്. അത് സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു ഫضലാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ആഗ്രഹം, മരണപ്പെട്ടവന്റെ മറ്റൊരു ആഗ്രഹം പറഞ്ഞതല്ലോ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് അവൻ പ്രവേശിച്ച് അവൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷ വാർത്ത അവന്റെ കുടുംബത്തെ അറിയിക്കാൻ അവൻ ആഗ്രഹിക്കും എന്നുള്ളത്. വിശ്വാസികളെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട അടിമയായി നമ്മൾ മാറിയിട്ടുണ്ടോ? എല്ലാ നമസ്കാരങ്ങളും കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്രയോ ആളുകൾ സുബഹി ജമാഅത്ത് മാത്രം നിർവഹിക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് സുബഹി അവരുടെ ജീവിതത്തിൽ ഇല്ല, അവർക്ക് മഗ്‌രിബ് നമസ്കാരം മാത്രമേ ഉള്ളൂ. ചില ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് എന്ത് രക്ഷ ലഭിക്കുവാനാണ് നമ്മൾ ചിന്തിക്കുക. ഹദീസിന്റെ താളുകളിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും. മലായികത്തുകൾ പറയുകയാണ്, വലാകിന്നല്ലാഹ അസ്വറക വറഹ്മക ഫഅദ്ലക ബിഹി ബൈതഹു ഫിൽ ജന്ന. റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ഫഅദ്ലക ബിഹി ബൈതഹു ഫിൽ ജന്ന, നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യൻ പറയുന്നു, ഫയഖൂലു ദഊനി ഹത്താ അദ്ഹബ ഫഉബശ്ശിർ അഹ്ലി, എന്റെ കുടുംബത്തിലേക്ക് എന്നെ ഒന്ന് പറഞ്ഞേക്കുമോ, എനിക്ക് സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കുവാൻ. ഏത് സന്തോഷ വാർത്ത? നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിന്റെ കേദാരത്തിലേക്ക് എന്നെ പ്രവേശിച്ചല്ലോ. ആ സന്തോഷ വാർത്ത ഞാനൊന്ന് അറിയിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി, താങ്കൾ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ദുനിയാവിലൂടെയുള്ള ജീവിതത്തെ നമ്മൾ നന്നാക്കുക. ഒക്കെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലെ ഷഹീദായ ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ, അവർക്കുള്ള ദർജ പരലോകത്ത് വലുതാണ്, വമ്പിച്ച പ്രതിഫലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ഷഹീദുകൾ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി ഷഹീദായി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുവാൻ. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അഹദുൻ യദ്ഖുലുൽ ജന്നത യുഹിബ്ബു അൻ യർജിഅ ഇല ദുനിയാ വലഹു മാ അലൽ അർളി മിൻ ശൈഇ. ആരെങ്കിലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിലൂടെ ദുനിയാവിലുള്ള എല്ലാ സർവ്വ വസ്തുക്കളെക്കാളും അവർക്ക് വലുതാ സ്വർഗ്ഗമായിരിക്കും. ഇല്ല ഷഹീദ്, ഷഹീദിനൊഴികെ, രക്തസാക്ഷിക്കൊഴികെ. യതമന്നാ അൻ യർജിഅ ഇല ദുനിയാ ഫയുഖ്തല 10 മർറാത്ത്. ആ ഷഹീദായ വ്യക്തി അതാ ആഗ്രഹിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ദുനിയാവിലേക്കൊന്ന് മടങ്ങി വരാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ 10 പ്രാവശ്യം ഷഹീദാകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെട്ട വ്യക്തി അവർക്ക് ലഭിച്ച സ്വർഗ്ഗത്തിലെ അവസ്ഥയും സുഖാനുഭൂതികളും എല്ലാം മനസ്സിലാക്കി അവൻ വീണ്ടും ഇഹലോകത്ത് തിരിച്ചു വരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇതാണ് മറ്റൊരു വിഭാഗം. പ്രിയപ്പെട്ടവരെ, ഐഹിക ജീവിതത്തിൽ നന്മ ചെയ്തവർ ആരൊക്കെയുണ്ടോ അവർക്ക് രക്ഷയുണ്ട്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നന്മ ചെയ്തവർക്ക് രക്ഷയുണ്ട്.
അത് ആലിമാണെങ്കിലും ആലിമല്ലെങ്കിലും, പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിച്ചാൽ അവർക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ്. ഐഹിക ജീവിതത്തിൽ മതിമറന്ന് ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയ നിഅമത്തുകളെ എല്ലാം മാറ്റിവെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മനുഷ്യർ, വീഴ്ച വരുത്തിയ മനുഷ്യർ ആഗ്രഹിക്കുന്നു എന്താണെന്നറിയോ? 2 റക്അത്ത് നമസ്കരിക്കുവാൻ ഈ ലോകത്തേക്ക് ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ നമുക്ക് കാണുവാൻ കഴിയും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബർ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. ഫഖാല മൻ സ്വാഹിബു ഹാദൽ ഖബർ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുടേതാണ് ഈ ഖബർ? ഫഖാലു, സ്വഹാബികൾ പറയുകയാണ്, ഫുലാൻ, ഇന്ന വ്യക്തിയുടെ ഖബറാണ് റസൂലേ. അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 2 റകഅത്തായിരിക്കും ഈ മനുഷ്യനെ നിങ്ങളുടെ ദുനിയാവിലെ സമ്പത്തിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മുടെ അടുത്തുള്ള സമ്പത്തിനേക്കാൾ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്കുള്ള ആഗ്രഹം എന്താണെന്നറിയോ? പഠിച്ചോനെ, ദുനിയാവിൽ പോയിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ നന്മ കൂടി എനിക്ക് വാങ്ങാമായിരുന്നല്ലോ റബ്ബേ എന്നുള്ള ചിന്തയായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സമയത്തെ, നമുക്ക് നൽകുന്ന ആരോഗ്യത്തെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ചെലവഴിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലൂടെ ചെലവഴിക്കാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടി ഉണ്ടാകണം. പടച്ച റബ്ബ് സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ച സ്വർഗ്ഗത്തെ കുറിച്ചിട്ടുള്ള വലിയ താല്പര്യവും ആഗ്രഹവും ഉണ്ടാകണം. സത്യനിഷേധികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച കഠോരമായ നരകത്തെ കുറിച്ചിട്ടുള്ള ബോധ്യവും ആ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനുള്ള പ്രാർത്ഥനകളും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ഇത്തരത്തിലുള്ള ആളുകളുടെ ആഗ്രഹങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചിരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളായി കർമ്മ നിരതരായി കൊണ്ട് നമ്മൾ മാറുക. അങ്ങനെയാണെങ്കിൽ ഇഹലോക ജീവിതവും പരലോക ജീവിതവും നമുക്ക് ഉത്തമമാക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ ഐഹിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അവന്റെ അനുഗ്രഹങ്ങളെയും മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ
അവരേറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടു പോകുന്ന സന്ദർഭമാണ് അവരുടെ മരണത്തിന്റെ സന്ദർഭം എന്നുള്ളത്. ആ സന്ദർഭത്തിൽ പോലും മനുഷ്യൻ ആഗ്രഹിക്കും എന്നുള്ളതാണ്, കുറച്ചുകൂടെ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു പോകണം. ഈ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ എടുത്ത് പരിശോധിക്കും. നമ്മെ ഇഷ്ടപ്പെടുന്നവരാകട്ടെ നമ്മെ വെറുക്കുന്നവരാകട്ടെ, അല്ലാഹുവിന്റെ തീരുമാനം ഏത് രൂപത്തിലാണെങ്കിലും അതിനെ പ്രതിരോധിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയും. എത്ര വലിയ ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ, കുറച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി മാറിപ്പോയിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച ഒരു കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണപ്പെടുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകൾ റൂഹ് പിടിക്കുന്ന അവസ്ഥകളിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന അവന്റെ ആഗ്രഹവും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടിയും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. അങ്ങനെ അവരിലേക്ക് ആ മരണമെന്ന് വന്നെത്തുമ്പോൾ അവൻ പറഞ്ഞു പോകുന്നു, റബ്ബി ഇർജിഊൻ, പടച്ചോനെ എന്നെ വന്ന് നീ മടക്കി തരുമോ അല്ലാഹ്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് നാഥാ, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർക്കുവാനുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം, എന്നെ ഒന്ന് ബന്ധിപ്പിച്ചു തരൂ. അല്ലേ, ക്ലാസ്സിലെ അധ്യാപകൻ ഒരു ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ വന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിഷയം കടം കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റ് കൊടുക്കാൻ പറ്റുകയാണ്, എന്തെങ്കിലുമൊക്കെ പരിഹാരം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എങ്കിൽ ഒരു പരിഹാരവുമില്ലാത്ത ഒരവസ്ഥയാണിത്. ഇതിന്റെ പരിഹാരം കാണേണ്ടത് എപ്പോഴാ പ്രിയപ്പെട്ടവരെ? ഇതിന്റെ പരിഹാരം കാണേണ്ടത് ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ്. പറയാണ് കുറച്ചുകൂടെ റബ്ബ് ജീവൻ ഒന്ന് മടക്കിത്ത ബോധ്യമായി ഈ അരിയ ജീവിതം നശ്വരമാണ് എന്നും ഈ ദുനിയാവിൽ ഞാൻ കൂട്ടിവെച്ച എന്റെ സമ്പത്തുകൾ എനിക്ക് ഉപകാരപ്പെടില്ല എന്നും എന്നെ തെറ്റിലേക്ക് നയിച്ച എന്റെ കൂട്ടുകാരന്റെ കൂടെയില്ല എന്നും ഹറാമിന്റെ മേഖലകളിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തിരുത്തലുകൾ തന്ന ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞതെല്ലാം കൃത്യമായി ബോധ്യപ്പെടുന്ന ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ലാ, ഒരിക്കലുമില്ല, ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്, ഹുവ ഖായിലുഹാ, അതാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൈക്രോ സെക്കൻഡ് പോലും പിന്തിപ്പിച്ചു തരുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ റബ്ബിനെ നമ്മളോടുള്ള കാരുണ്യത്തിന്റെ വിശാലത ആലോചിച്ചു നോക്കൂ. മനുഷ്യരെ, നിങ്ങൾ ഇന്ന രൂപത്തിൽ നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വരാനുണ്ട്, ഇന്ന പ്രശ്നങ്ങൾ നിങ്ങളെ പിടികൂടുവാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഐഹിക ജീവിതത്തിൽ ഏറ്റവും നല്ല അടിമകളായി ജീവിക്കുവാൻ നമ്മൾ സദാ പരിശ്രമിക്കുക. അതിനുവേണ്ടി നമ്മുടെ സമയവും ആരോഗ്യത്തെയും നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദ്രസയിൽ എല്ലാ ഞായറാഴ്ചകളിലും
രാവിലെ 7 മണിക്ക് ഖുർആൻ പഠന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ 1 മണിക്കൂർ അല്ലാഹുവിന്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ നമ്മൾ മാറ്റിവെക്കുക. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷൻ നമ്മൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ കഴിവിന്റെ പരമാവധി എല്ലാ സഹോദരന്മാരും അതിലേക്കുള്ള നിങ്ങളുടെ വക നിങ്ങൾക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശീർവദിച്ച് തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഓരോ ഖുതുബകൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم